ഇറാൻ കഴിഞ്ഞ രാത്രിയിൽ പുതിയൊരു ഭാഗവും കൂടെ ആക്രമണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇറാൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇറാഖിലുള്ള ഇർബിലിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതായത് കുർദിസ്ഥാൻ കുർദികൾക്ക് അധികാരമുള്ള ഭാഗമാണ്. ആ ഭാഗത്തിനോട് ചേർന്നുള്ള അമേരിക്കയുടെ ബേസിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുർദുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് പല ഭാഗത്തും ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം അമേരിക്ക ഇപ്പോൾ കുർദുകളെ ഉപയോഗപ്പെടുത്തി ഇറാനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, ഇറാനിൽ കലാപം സൃഷ്ടിക്കാനുള്ള നീക്കം നടത്തുന്നു. അല്ലെങ്കിൽ അമേരിക്ക നൽകുന്ന ടാങ്കുകളും മറ്റു ആയുധങ്ങളും ഉപയോഗിച്ച് ഇറാനിന്റെ ഭൂമിയിലേക്ക് കടക്കാൻ കുർദുകളെ സജ്ജമാക്കുന്നു എന്ന രഹസ്യാന്വേഷണ വിവരം അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ കുർദുകൾക്ക് നേരെ ഇറാൻ ശക്തമായ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഡ്രോണുകൾ ഉപയോഗിച്ച് പല ഭാഗങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അമേരിക്കയുടെ ഇർബിൽ എയർബേസിന് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇറാൻ കുർദിസ്ഥാന്റെ ഭാഗത്ത് വലിയ രൂപത്തിലുള്ള സജ്ജീകരണങ്ങൾ, വലിയ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്. ടാങ്കുകൾ അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ച് അവിടെ ഇറാന്റെ ബോർഡറിന്റെ ഭാഗത്ത്, കുർദിസ്ഥാന്റെ ഇറാഖുമായിട്ടുള്ള ബോർഡറിൽ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏതൊരു സൈനിക നീക്കവും ഉള്ളിലേക്ക് കടന്ന് ആക്രമിക്കാൻ കാരണമാകും എന്നാണ് ഇപ്പോൾ ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കുർദുകളെ അമേരിക്കയും ഇസ്രയേലും ഇറാനുള്ളിലേക്ക് കടക്കാനുള്ള പ്രേരണ നൽകുന്നു, ആയുധം നൽകുന്നു, സമ്പത്ത് നൽകുന്നു. പക്ഷേ കുർദുകൾക്ക് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന് മുന്നിൽ അതിന് സാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.